ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പം എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുക. കാരണം ഞാനിവിടെ ഇങ്ങോട്ട് വന്നപ്പം നിങ്ങൾക്ക് ആർക്കും എന്നെ പരിചയമില്ലായിരുന്നായിരിക്കാം, പക്ഷേ എനിക്ക് നിങ്ങളെ എല്ലാവരെയും അറിയാമായിരുന്നു. എനിക്ക് ആരോടും ഒരു അപരിചിതത്വം തോന്നിയില്ല. ഞാൻ എല്ലാവരോടും ചിരിച്ചു, കുശലം ചോദിച്ചു. പക്ഷേ എനിക്ക് റിയാക്ഷൻ, ഒരു ചിരി തരാൻ പിശുക്ക്. പക്ഷേ എനിക്കെല്ലാവരെയും അറിയാമായിരുന്നു. ഇവരെ ആരെയും മുമ്പ് കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ വന്നപ്പം ആരും അന്യരല്ല, ഇവരൊക്കെ എനിക്ക് നേരത്തെ പരിചയമുള്ളവർ, എനിക്കറിയാൻ പണ്ടേ പരിചയമുള്ളവരെന്നുള്ള മട്ടിലാണ് ഞാൻ ഇത് എൻ്റെ നേച്ചറാണോ എന്താ എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ബോധ്യമായി, എന്നിലും നിങ്ങളിലും വസിക്കുന്ന ആത്മാവ് ഒന്ന് തന്നെ ആയതുകൊണ്ടാണ് എനിക്ക് നിങ്ങളെ തിരിച്ചറിയാൻ സാധിച്ചത്. ആ ആത്മാവ് എൻ്റെ ഉള്ളിൽ അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതും എനിക്ക് ബോധ്യമായി. കാരണം ബോധ്യമാകാൻ ഞാൻ വലിയൊരു പ്രാർത്ഥനക്കാരിയല്ല, വലിയ പ്രാർത്ഥനയ്ക്കൊന്നും പോകുന്ന ആളല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കൂടുന്ന ഒരു ധ്യാനം. ഞാൻ ധ്യാനങ്ങളൊന്നും കൂടാറില്ല. കാരണം അവരവർക്ക് തോന്നുന്ന പ്രബോധനങ്ങൾ, ബൈബിളിലെ വ്യാഖ്യാനങ്ങൾ പലർക്കും പല രീതിയിലാവാൻ തോന്നുന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒരു മാസം മുമ്പ്, പുള്ളി 10 വർഷമായിട്ട് ആഗ്രഹിക്കുവാണ് ഇദ്ദേഹത്തിൻ്റെ, എനിക്ക് ഈ ബ്രദറിനെ അറിയത്തൊന്നുമില്ലായിരുന്നു. അപ്പം ഒരാഴ്ചയ്ക്ക് മുമ്പ് വിചാരം വന്നിട്ട് യൂട്യൂബിലെടുത്തിട്ട് മൊബൈൽ ഇങ്ങനെ സ്ക്രീൻ പോലൊക്കെ ആക്കിച്ചിട്ട് നീ കാണു കേക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പം വലിയ മൊബൈലായത് കാരണം ദൂരോട്ട് മാറ്റി വെച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നോക്കിയിരുന്ന് കാണുക. കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പം ഒരു കുതിച്ചു കേട്ടോ, ഇത് കൊള്ളാമല്ലോ എന്നുള്ളൊരു തോന്നൽ. അപ്പോഴും എനിക്ക് പ്രതീക്ഷയില്ല, എന്നെ കൊണ്ടുവരത്തില്ല, എവിച്ചായം തന്നെത്താനേ വരുന്നുണ്ട്, തന്നെ വന്ന് ധ്യാനമൊക്കെ കൂടി. ഞാൻ വിചാരിച്ചു പൊക്കോട്ടെ, നമ്മൾ പോകണ്ട. അപ്പോൾ ഒരാഴ്ച മുമ്പ് പറഞ്ഞു കുട്ടിയെ അവനെ കൂടെ കൊണ്ടുപോകാം, അവനെ നീ നോക്കിയാൽ ശരിയാവത്തില്ല, അവനെ കൂടെ കൊണ്ടുപോകാം. അപ്പം അവനെ കൂടെ ആയി. തലേ ദിവസം പറയുന്നു നീ കൂടെ പോരെ. അപ്പം ഞാൻ പറഞ്ഞു ഞാനും കൂടെ വരാനോ? നീയും കൂടെ പോരാ, നമുക്ക് ഒന്നിച്ചു. അപ്പം ഞാൻ 2 ജോഡി ഉടുപ്പെടുത്ത് ബാഗിനകത്ത് വെച്ച് ഇങ്ങ് പോന്നു, ഇങ്ങോട്ട് പോരുന്നെങ്കിൽ പറ്റും. പക്ഷേ ഇവിടെ വന്ന് ഇത്രയും ദിവസം എനിക്ക് മനസ്സിന് ടഫാണ്. കാരണം ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇതൊക്കെ ഓൾറെഡി ഞാൻ പരിശുദ്ധ കുർബാന മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് ഞാൻ പരിശുദ്ധ കുർബാന എന്നും അറിയാൻ ആഗ്രഹിക്കുന്നതും സ്വീകരിക്കുന്നതും. കാരണം ഓരോ വിശുദ്ധ ബലിയിലും ഈ ബലിയാണ് എൻ്റെ ജീവിതത്തിലെ പ്രഥമ ബലി എന്നുള്ള രീതിയിൽ ഈ ബലിയിൽ എന്തെങ്കിലും അത്ഭുതം എൻ്റെ ജീവിതത്തിൽ നടക്കുമെന്ന് ഞാൻ പറയാറുണ്ട്. എൻ്റെ ഭർത്താവ് പള്ളിയിലെ ശുശ്രൂഷയാണെങ്കിലും അദ്ദേഹത്തോട് ഞാൻ പറയാറുണ്ട്, വിചായ ഏത് ബലിയിലാണ് ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് നമുക്കറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഈ ബലിയാണ് എൻ്റെ അത്ഭുതം നടക്കുന്ന ബലിയെന്ന് ഓർത്ത് വേണം അതിനെ സമീപിക്കുക. അതുകൊണ്ട് ഈ പരിശുദ്ധ കുർബാന മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്നത് കാരണം ഞാൻ ഈ ധ്യാനങ്ങളൊന്നും കൂടാറില്ല ഒരിക്കൽ പോലും. ഒരാളുടെ പിന്നെ പള്ളിയിലെ കൺവെൻഷനൊക്കെ വരുമ്പോൾ പോകുന്നില്ല, ഭയങ്കര സന്തോഷമല്ലേ, നമുക്ക് കൈയടിക്കാൻ പാട്ടോടെ ഒത്തിരി ആൾക്കാരെ കാണാം, അങ്ങനെയൊക്കെയുള്ള രീതിയില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇപ്പം ഞാനൊരു മലയാളം പോയിട്ടാണ്. അപ്പം എനിക്കെന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം, ഇപ്പം നാളെ ഒരു എൻ്റെ ബുള്ളറ്റിൻ എക്സിക്യൂട്ടീവ് എഡിറ്ററാണ്, നാളെ ഒരു കവിത എഴുതണം. പിന്നെ ഒരു ലിജിയുടെ കവിത, ലിജിയുടെ പേജ് ബ്ലാങ്കാണ്, അവിടെ എന്തെങ്കിലും പക്ഷേ അത് ഇപ്രാവശ്യം ഒന്നുമില്ല, കയറ്റി വിട്ടോ. എന്നിട്ട് പറയാം അത് പറ്റത്തില്ല, ലിജി തന്നെ എഴുതി കൊണ്ടുവരണം. അപ്പം ഞാനിങ്ങനെ വന്നിട്ട് എൻ്റെ വീട്ടിലൊരു തിരുഹൃദയമുണ്ട്, ഇത്ര മനോഹരമായൊരു പടമാണത്. അപ്പോൾ എനിക്കിപ്പോഴാണ് മനസ്സിലായത് ഈ പടത്തിൽ നിന്നല്ല ചൈതന്യം വരുന്നത്, മറിച്ച് എൻ്റെ ഒപ്പം ഇരിക്കുന്ന ആത്മാവിൽ നിന്നാണെന്ന്. എൻ്റെ ആത്മാവാണ് എന്നോട് പ്രവർത്തിക്കുന്നത്. ഞാനിങ്ങനെ എൻ്റെ ഈശോപ്പം അവിടെ അങ്ങനെ നോക്കിയിരുന്നു കേട്ടോ, ഒരു വരി പോലും എനിക്ക് കിട്ടുന്നില്ല. ഇതിനിപ്പോൾ എന്താ എഴുതുന്നത്, ഒരു വരി പോലും എനിക്കറിയത്തില്ല, ഇതെങ്ങനെ എഴുതുന്നത്. പക്ഷെ അന്ന് രാത്രി എനിക്ക്, അല്ലെ അന്ന് പുലർച്ചെ, അല്ലെ പിറ്റേ ദിവസം വെളുപ്പിനെ എൻ്റെ ഹസ്ബൻഡ് പോകുന്നത് എൻ്റെ കവിതയുമായിട്ടാണ് പോകുന്നത്. അതായത് എഡിറ്റ് ചെയ്യാതെ ഫുള്ള് ആര് പറഞ്ഞു തന്നതുപോലെ ഫുൾ എഴുതി ഒരു കറക്ഷനും ഇല്ലാത്ത ഒരു കവിതയുമായിട്ട് എൻ്റെ ഹസ്ബൻഡ് പോയി വികാരിച്ചനെ ഏൽപ്പിക്കും. വികാരിച്ചനെ തിയോളജിക്കലായിട്ട് ടെസ്റ്റ് ചെയ്തിട്ടാണ് പ്രിൻറ്റിങ്ങിന് വിടുന്നത്. പക്ഷേ അവിടെ പോലും ഒരച്ഛന്മാർക്കോ കന്യാസ്ത്രീകൾക്കോ ആർക്കും തിരുത്താൻ പറ്റാത്ത രീതിയിൽ കവിതകൾ എഴുതി ഞാനും കൊടുത്തിടും. അപ്പം ഞാനും ഭയങ്കര എന്തൊരു ബുദ്ധിയാണ് എനിക്ക്. ഞാൻ എപ്പോഴും വിചാരിക്കണ്ട എനിക്ക് എന്തൊരു കഴിവായ വിഷയ, എന്തൊരു കഴിവായ വിഷയം എനിക്ക്. എന്നിട്ട് ഞാൻ പറഞ്ഞ് മനുഷ്യനൊക്കെ അസൂയയോടെ നോക്കുന്നു കേട്ടോ, അസൂയയുടെ. ശരിക്കും എൻ്റെ വളരെ പ്രൗഡോടുകൂടി ഞാൻ പറയുന്നത്, പാറേപ്പള്ളിയിലെ വളരെ വിലപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാനെന്ന് എനിക്കിപ്പോൾ ഇവിടെ ഇരുന്നപ്പോഴാണ് ബോധ്യമാണ്. കാരണം അത്രയും പേര് എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ, ഞങ്ങളുടെ വീടിനെ സ്നേഹിക്കുന്നുണ്ടല്ലോ, ഞങ്ങളെ വ്യക്തിപരമായിട്ട് സ്നേഹിക്കുന്നുണ്ടല്ലോ, ബഹുമാനിക്കുന്നുണ്ടല്ലോ. അതെല്ലാം എൻ്റെ വലിപ്പമോ മഹത്വമോ ഒന്നുമല്ല, എനിക്കൊരു കുന്തപ്രാണ്ടി അറിയത്തില്ല. ഇതെല്ലാം എൻ്റെ ഉള്ളിലിരുന്ന് എനിക്ക് പറഞ്ഞു തരുന്ന ചൈതന്യം ഏതാണെന്ന് ഇവിടെ ഇന്നലെയാണ് ശരിക്കും
എനിക്ക് ബോധ്യമായത്. ഇവിടെ ഓരോ ബോധ്യങ്ങളിങ്ങനെ വരുമ്പോൾ ഞാനീ പറഞ്ഞില്ലേ, ഭാവനാതലത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുന്നതുകൊണ്ട് ബോധ്യങ്ങൾ വരുമ്പം അതെൻ്റെ കവിഭാവനയാണെന്ന് മാത്രം ചിന്തിക്കുന്നു. ഇവിടെ ബ്രദർ ഇങ്ങനെ പരിശുദ്ധാത്മാവിനോട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു തുരങ്കത്തിലൂടെ ഒരു വലിയ തീജ്വാല കയറി പോകുന്നത്, അത് അവിടുന്ന് കയറി ഇവിടെ ഈ ബ്രദർ നിൽക്കുന്നിടത്ത് വന്നിട്ട് ഇങ്ങനെ പൊട്ടിച്ചിരുന്നത്. അപ്പം ഞാൻ തന്നെ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഓം വെട്ടിച്ചു. കാരണം ഈ ബ്രദറിൻ്റെ ദേഹത്തെങ്ങാണ് മുട്ടിയെങ്കിലോ. അപ്പം ഇതെൻ്റെ ചിന്ത. കാരണം മാസ് സിനിമ കണ്ടത് കാരണം അതിനകത്തിലെ ഒരു വ്യൂ ആണ് ഇത് എൻ്റെ മനസ്സിൽ. ശരി, സിനിമയ്ക്കത്തിലെ ഇതെൻ്റെ മനസ്സിൻ്റെ തോന്നലാണ്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഓരോരുത്തരും വന്നിട്ട് അന്നേരം ഉണ്ടായ അനുഭവങ്ങൾ പറഞ്ഞു. എനിക്കങ്ങനെ പറയാൻ അറിയത്തില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഇന്നലെ ബ്രദർ ഇങ്ങനെ വീണ്ടും പരിശുദ്ധാത്മാവിനെ പറ്റി പറയുമ്പോൾ ഇങ്ങനെ കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് കുരിശിൽ കിടന്നിട്ടൊരു പുരുഷൻ ഇങ്ങനെ പൊളയുന്നു. അപ്പം ഞാൻ അത് ഇവിടെയല്ലേ തോന്നിച്ചത്, അത് ബുദ്ധിയുടേതാണ്. ഇവിടെ തോന്നിച്ചത് ബുദ്ധിയുടെ കാര്യമാണ്. അത് വിട്ട് വൈകിട്ട് നമ്മുടെ ഈ പ്രാർത്ഥനയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പം എനിക്കിങ്ങനെ മെസ്സേജുകൾ പറയാനും അങ്ങനെ ഒന്നും അറിയത്തില്ല. എങ്കിലും ഞങ്ങളുടെ കൂട്ടത്തിലൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു. സിസ്റ്റർക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ കാണുന്നത് വളരെ വലിയൊരു ഗാർഡൻ, അവിടെ വളരെ മനോഹരമായ ഒരു വലിയ പുഷ്പം. പക്ഷേ ഒരു അനൗൺസ്മെൻ്റ് ഉണ്ട്, ആ പുഷ്പത്തിന് തേനില്ല എന്ന്. സോറി കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് സിസ്റ്റർ പറഞ്ഞ് ഞാനൊരു കർക്കശ സ്വഭാവത്തിന് ഒരു ടീച്ചറാണ്. അപ്പോൾ ആ ഒരു ടീച്ചിങ് പൊസിഷനിൽ ഇരുന്നുകൊണ്ട് കുട്ടികളെയൊക്കെ ഒന്ന് സ്ട്രിക്റ്റ് ആക്കി വെക്കേണ്ടത് എൻ്റെ മനസ്സിലൊരു പരിസേയ സ്വഭാവമുണ്ട് എന്ന്. എനിക്ക് ഭയങ്കര സന്തോഷം. ദൈവമേ, ഞാൻ പറഞ്ഞത് നീ കറക്റ്റായല്ലോ ഇങ്ങനെ. അപ്പോൾ ഇന്ന് ഞാൻ ബ്രദറോട് പറഞ്ഞു, ബ്രദറെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ എനിക്ക് പണ്ടൊരിക്കൽ ഒരു പനി വന്നപ്പോഴത്തേക്ക് ഞാൻ 2 മാസം കൊണ്ട് കിടന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് മരുന്നൊക്കെ മേടിച്ചിട്ടും പോകുന്നില്ല. അപ്പം ഞാൻ മരിക്കാറായി. ചുമച്ച് ഞാൻ മരിക്കും. അന്ന് രാത്രി ഞാൻ ഉണർന്നിരുന്ന് മരിച്ചു പോവുകയാണെങ്കിലോ കിടന്ന് മരിക്കണ്ട, ഇവരുടെ ഒന്നും കൂട്ടത്തിൽ കിടന്നൊരു ഡെഡ് ബോഡി കിടക്കണ്ട, കസേരയിൽ ഇരുന്ന് മരിക്കാം, അപ്പം വീണ് താഴെ കിടന്നോളുമല്ലോ. ഇങ്ങനെ ഓർത്തിരുന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ അവിടെ ഉദ്ധിതനായ ഒരു ഈശോയുടെ പടം ഇങ്ങനെ കലണ്ടർ തൂക്കിയിട്ടിട്ടുണ്ട്. പുറത്തെ സ്ട്രീറ്റ് ലൈറ്റിൽ നിന്ന് നമ്മുടെ ജനലെ വന്ന് വെട്ടമടിച്ചിട്ട് അവിടെ ഒരു വലിയ കഴുകൻ വന്നിരുന്ന് പറക്കുകയാണ്. കഴുകൻ്റെ പറക്കൽ കാരണം ഞാനിങ്ങനെ ദൈവമേ, കഴുകനെ ഈ കാണുന്നോ? ശരിക്കും ഞാൻ മരിക്കാൻ പോവാണ്. മരിക്കുമ്പോഴല്ലേ ഇത്രയും ഭീകരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണുന്നത്. മരിക്കാൻ പോവാ. ഞാൻ പെട്ടെന്ന് ബുക്കും പേനയും ഒക്കെ എടുത്ത് പെൻസിലും എടുത്തിട്ട് ആ കഴുകനെ അങ്ങനെ കണ്ട് വരയ്ക്കാൻ തുടങ്ങി. അതിൻ്റെ ചിറകുകൾ പറക്കുന്നത് കാരണം എനിക്കതിൻ്റെ ചിറക് വരയ്ക്കാൻ പറ്റുന്നില്ല. കാലും വിരലുകളും ചുണ്ടും അതിൻ്റെ കഴുത്തിൻ്റെ നീളവും ശരീരവും എല്ലാം ഞാനൊരു പേപ്പറിൽ വരച്ചിട്ട് വ്യത്യാസം ഞാൻ ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ ഇങ്ങനൊരു സാധനത്തിനെ ആ ഈശോയുടെ കാലിൻ്റെ താഴെ പറന്നു വന്നിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു കേട്ടോ. എനിക്ക് പേടി ചോദിച്ചാൽ നമുക്ക് ഈ വീട് വിട്ട് അങ്ങോട്ടേക്കും പോകാം, അല്ലെ എന്നെ കൊണ്ടുവന്ന് ആശുപത്രിയിലാക്കും. പിറ്റേ ദിവസം എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഭയങ്കര ECG ഒക്കെ എടുത്തു. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ചെസ്റ്റ് ഇൻഫെക്ഷൻ ആണെന്ന് അറിഞ്ഞു തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് ഒരു രാത്രി കിടന്നുറങ്ങുമ്പോഴത്തേക്ക് ഞാൻ സ്വപ്നമാണ് എങ്കിൽ തന്നെയും അതിലൊരു മനോഹാരിത, ഒരു സന്തോഷമുണ്ട്. കാരണം ഞാനിങ്ങനെ വെള്ളയൊരു സാരിയൊക്കെ കൊടുത്ത് എങ്ങും തൊടാത്ത കുറച്ച് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോവുകയാണ്. നല്ല വെള്ള പുക പോലെ ഉയർന്നു വരുന്നുണ്ട്. ഇങ്ങനെ മണ്ടയ്ക്ക് കയറിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ഇത്രയും കയറി വന്നു എനിക്ക്. കാരണം സൈഡിൽ നമുക്ക് ഹാൻഡ് റെയിലൊന്നുമില്ല, താഴോട്ട് വീണ് പോകും, ഇരുട്ട. അപ്പോൾ എന്നോട് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്ന ആൾ പറയുന്നുണ്ട്, താഴോട്ട് തിരിഞ്ഞ് നോക്കല്ലേ, വീഴും. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് പേടിയാണ് വരാൻ, ഞാൻ വരത്തില്ല. ഏതായാലും ഞാൻ കയറി മുകളിൽ ചെന്നപ്പോഴത്തേക്ക് ഞാൻ കണ്ടു, വെള്ള എന്ന് പറഞ്ഞാൽ വെള്ള നിറം നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ, തിളക്കമുള്ളതും. പുകയെന്ന് പറഞ്ഞാൽ പുകയുടെ സൗന്ദര്യം നമുക്കറിയാം. പക്ഷേ ഇതൊന്നുമല്ല, ഇതിനപ്പുറത്ത് എന്താ ചൈതന്യം എന്ന് പറയത്തില്ല, തിളക്കത്തിൻ്റെ വേറൊരു അവസ്ഥ. അങ്ങനെയൊരു പുരുഷൻ വലിയ തിളങ്ങുന്നൊരു ആർച്ചുള്ളൊരു കസേരയിലൊരു സിംഹാസനത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു, കിരീടമൊക്കെ വെച്ചിട്ട് ഒരു കയ്യിലൊരു വടി, ഈ കയ്യിൽ പുറയിലത്തെ ഉടയാടയും പിടിച്ച് ഇങ്ങനെ എന്നെ കിടപ്പോൾ ഞാൻ, അയ്യോ എനിക്കിത് പരിചയമുള്ള ആളെന്ന് ചിന്തിച്ചതുമല്ല, എന്നെ പേരെടുത്ത് വിളിച്ചു, ലിജി എന്ന് വിളിച്ചു. ലിജി എന്ന് ഞാൻ വിളിക്കുന്ന വിളിയൊന്നുമല്ല, ഒരു പ്രത്യേക തരത്തിലാണ് കേൾക്കുന്നത്. ഈ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റപ്പം മണികൾ കിലുങ്ങുന്ന പോലെയുള്ള ശബ്ദം കേട്ടു. അപ്പം പിന്നൊരു കവിതയുണ്ടായി, സ്വർഗദർശനം പിന്നീട് എഴുതാനുള്ള കാരണം എനിക്ക് പേടിയായി. ഇപ്പോൾ സ്വർഗ്ഗമൊക്കെ കാണുന്നത് ഇനി സ്വർഗ്ഗമാണോ, ഞാൻ മരിക്കാറൊക്കെ ആയോ, എനിക്കെപ്പോഴും ഇങ്ങനെ ഭയമൊക്കെ ഉണ്ട്. ഇപ്പം അതൊക്കെ പോയി, മരിക്കുന്നതിൻ്റെ ഒത്തിരി അനുഭവങ്ങളൊക്കെ. അപ്പം ഞാനിങ്ങനെ ബൈബിളെടുത്ത് ഇങ്ങനെ വെച്ചാൽ വെളിപാടിൽ കിടക്കുന്ന സ്വർഗ്ഗദർശനം. അപ്പോൾ അതാ ഇങ്ങനെ മനോഹരമായൊരു കവിതയ്ക്ക് മുൻപായിട്ട് വന്നു, ഈ കഴുകൻ ശരിക്കും സ്വർഗത്തിലുള്ള ആളാണ്. ഇതാ നേരത്തെ പറഞ്ഞത്. എനിക്ക് ഇതൊക്കെ ഈ ഒരു വെളിവൊക്കെ കിട്ടിയത് ഇന്നലെയോ ഇന്നും ഒക്കെ ആയിട്ടാണ്. ഇതിനു മുമ്പ് ഇതൊക്കെ കണ്ടു കേട്ടു പോയി. ഈ കഴുകനെ എനിക്ക് കാണിച്ചു തന്നത് ശരിക്കും സ്വർഗത്തിൽ ഇങ്ങനൊരു കഴുകനുണ്ടെന്നും
സ്വർഗത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്നും ഒക്കെ ഇന്ന് ഉള്ള സാഹചര്യങ്ങളിലാണ് ശരിക്കും എനിക്ക് ഫീലായത്. ഞാൻ വളരെ ഹാപ്പിയാണ് കേട്ടോ. എനിക്ക് ആരോടാണെങ്കിലും പറയാനില്ല. എന്നെ അത്രയേ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടായിരുന്നു. ഇതൊക്കെ എൻ്റെ കഴിവും ബുദ്ധിയും ഒക്കെയാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. അപ്പം നമുക്ക് സ്വർഗദർശനം കവിത ഒന്ന് കേട്ടേക്കാം. പകുതി പാടിക്കട്ടെ. നമ്മുടെ പെരുന്തോട്ടം പിതാവ് പ്രത്യേകം എന്നെ അപ്രീഷിയേറ്റ് ചെയ്ത കവിതയാണ്. കാവ്യഭാവനേ മമ കരാങ്കുലികളിൽ കാത്തിരിക്കുകയായിരുന്നു. കവന പേടകം തുറക്കട്ടെ ഞാൻ നിന്റെ ധവള കപാലത്തിനൊരു തിലകമണിക്കാം. ദൃഷ്ടിക്കു ഗോചരമല്ലാത്ത ലോകം സർവവും സൃഷ്ടിച്ച കർത്താവ് വാഴുന്ന നാഗലോകം വെളിപാടിലിരുവർക്കും ദൈവം വർഷിക്കുമാശിസും നേടി എത്ര മോഹനം മന്ത്രസാന്ദ്രം എത്ര മോഹനം മന്ത്രസാന്ദ്രം ആത്മാവിലാനന്ദം അനുഭൂതി നിറയുന്നു. ആത്മാവിലാനന്ദം അനുഭൂതി നിറയുന്നു. സൂര്യകാന്തത്തെ വെല്ലുന്ന ശോഭയിൽ സൂര്യസമാന പ്രഭ ചൊരിഞ്ഞൊരാൾ മാണിക്യം പോലെ മിന്നിത്തിളങ്ങുന്നു. മാനസം മാനിക്കുമാ സിംഹാസനത്തിൽ മരതകം പോലൊരു മഴവില്ലതിൻ ചുറ്റും രമണീയ സിംഹാസനങ്ങൾ 24 മഹനീയരവരതിലുപവിഷ്ടരായവർ മഹനീയർ അവരതിലുപവിഷ്ടരായവർ.